എത്ര നല്ല മനുഷ്യനാ ഈ ഗഫൂർക്ക. നല്ല അസല് ചായ. എത്രയാ? 7 രൂപ. ആ പറ്റില്ല, എഴുതിക്കോ. ഏത് പറ്റ്? ചായക്കട എന്നല്ലേ ബോർഡില്, അല്ലാതെ ചായ കടം എന്നല്ലല്ലോ. രാവിലെ തന്നെ ഓരോരുത്തർ വന്ന് പറ്റിച്ച് പോയിക്കോളും. എന്താണ് ബാബുവേട്ടാ ഇതൊക്കെയല്ലേ ഒരു ഇത്? ദാസാ വരി, എന്റെ വക ഒരു ചായ പറയട്ടെ. വേണ്ട വിജയേട്ടാ, ഞാൻ വീട്ടിൽ നിന്ന് ചായ കുടിച്ചിട്ടാ ഇറങ്ങിയത്. ചായ എന്ന് പറഞ്ഞാ എന്റെ ഭാര്യ ഉണ്ടാക്കുന്ന ചായ, ഹോ, അതൊരു ഒന്നൊന്നര ചായ തന്നെയാ. അവളെ കയ്യിൽ നിന്ന് എന്ത് കിട്ടിയാലും അതിനൊരു പ്രത്യേക രുചിയാ. കഴിഞ്ഞ വിഷുവിനല്ലേ ഓളെ കയ്യിൽ നിന്ന് മോന്തയ്ക്കൊന്ന് കിട്ടിയത്? അതെങ്ങനെ ഉണ്ടായിരുന്നു? നല്ല രുചിയായിരുന്നല്ലേ? അത് പിന്നെ അടിച്ചതൊന്നുമല്ല. ഒരു കൊതുകിനെ കവിള് കണ്ടപ്പോ അവൾക്ക് സഹിച്ചില്ല, അതിനെ കൊന്നതാ. ഭയങ്കര സ്നേഹല്ലേ? പിന്നെ ഭക്ഷണം ഉണ്ടാക്കുന്ന കാര്യത്തില് അവളെ കഴിഞ്ഞിട്ടേ വേറെ ഒരാളുള്ളൂ. ഭയങ്കര രുചിയാണെന്നേ. ഭക്ഷണം ഉണ്ടാക്കുന്ന കാര്യത്തില് എന്റെ ഭാര്യ മോശമൊന്നല്ല. അവളുണ്ടാക്കുന്ന ചിക്കൻ ഗുലുഗുലാബിക്ക് കഴിഞ്ഞ തവണത്തെ അവാർഡ് കിട്ടിയതാ. ഓസ്കാർ അവാർഡാണോ അതോ പത്മശ്രീയോ? കളിയാക്കൊന്നും വേണ്ട, അയൽപ്പക്ക വേദിയിലെ ഭക്ഷണമേളക്കാ കിട്ടിയത്. എന്റെ ഭാര്യയ്ക്കാ സമ്മാനം കിട്ടിയത്. അതെന്താ ചെറിയ സംഭവാ? ഒരിക്കലുമല്ല, അത് 8ാമത്തെ അത്ഭുതം തന്നെയാ. നിങ്ങക്ക് നാണല്ലേ ഇങ്ങനെ ഭാര്യന്റെ മെഹബ് പറഞ്ഞ ആളാവേ? ഏതായാലും പറഞ്ഞ സ്ഥിതിക്ക് ഞമ്മളും പറയാ, എന്റെ സൂറാവി ഓളൊരു പാചക പത്മശ്രീ തന്നെയാ. നിങ്ങൾക്കൊരു സത്യം അറിയോ? ഓള് 2 പേരിലുകൊണ്ട് മഞ്ഞളും മുളകും ഒക്കെ അരയ്ക്കും. വെറും വയറ്റിൽ ഇങ്ങനെ വിടലടിക്കല്ലേ ഗഫൂർക്ക. ഞമ്മള് സത്യാണ് പറഞ്ഞത്. 2 പേരിലോണ്ട് മുളകും മഞ്ഞളൊക്കെ അരയ്ക്കാൻ നിങ്ങളെ ഭാര്യ എന്താ ശക്തിമാനാ? ബഡായി അടിക്കല്ലേ ഗഫൂർക്ക. ഞമ്മള് ബടായി ഒന്നല്ല പറഞ്ഞത്, നേരാ. എന്റെ പേരിൽ നല്ല 1ാം തരം മിക്സി ഉണ്ട്. മഞ്ഞളും മുളക് അരയ്ക്കാൻ 2 പേരിൽ തന്നെ ധാരാളം. സ്വിച്ച് ഓൺ ആക്കാനും ഓഫ് ആക്കാനും. എന്തേ?